भाई हटो हटो ऐसा नहीं है आज कैसा अच्छा इन हमसों की चोच ऐसे ही होते क्या അച്ചു അച്ഛനോട് മലയാളം പറയണം ഇല്ല അച്ഛൻ മിണ്ടില്ല അരയിനങ്ങളുടെ ചുണ്ടുകൾ ഇങ്ങനെയാണോ അച്ഛാ ആ ഏതാണ് ഇതുപോലെ ഇപ്പോഴോ അപ്പൊ അതെങ്ങനെ സംസാരിക്കുക താറാവ് സംസാരിക്കുന്ന പോലെ ബേബിയിലാണോ സംസാരിക്കുക പിന്നെ അറിയാൻ സംസാരിക്കുക അരയിനങ്ങൾ മനുഷ്യരെ പോലെ സംസാരിക്കുന്ന അച്ഛൻ പറഞ്ഞില്ലേ ഓ അച്ഛൻ അങ്ങനെ പറഞ്ഞു അല്ലേ അറിയാൻ സംസാരിക്കുമല്ലോ നാളെ വരുന്ന കഥയിൽ അറിയാൻ സംസാരിക്കുന്നുണ്ടല്ലോ താറാവിന്റെ പോലുള്ള ചുണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ അത് ശരിയാണല്ലോ അപ്പൊ ചുണ്ട് ഇങ്ങനെയല്ല പിന്നെ അങ്ങനെ അച്ഛൻ കണ്ടിട്ടില്ല എന്റെ ചിന്നുകുട്ടിയുടെ പോലുള്ള ചുണ്ടുകളായിരുന്നു ഞങ്ങൾക്ക് എന്റെ അമ്മക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു പോയെ എടോ ഇതാ അമ്മ ഇവിടെ ഇല്ല എടാ പോയി അമ്മ കമ്പനിയിലേക്ക് ഫോൺ ചെയ്യാൻ പോയി എന്തിന് കമ്പനിയിൽ നിന്ന് സൈറൻ കേട്ടു എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് പേടി നിന്റെ അമ്മയ്ക്ക് തലയ്ക്ക് പോട്ടാ അവളോട് ചോദിച്ചു വേണോ കമ്പനി സൈറൻ അടിക്കാൻ വട്ടെന്ന് വെച്ചാ എന്താ വെച്ചാ വട്ടെന്ന് പറഞ്ഞ പ്രാന്ത് പാകൽ ആ വന്നല്ലോ सीधा सायरन सुनने तो परेशान क्या होते हैं मैं थोड़ा प्याज लेने गई थी देखो तो सब्जी भी ले आई ഇതൊക്കെ ഞാനും വാങ്ങിച്ചിട്ടുണ്ടല്ലോ ഞാനും വാങ്ങിക്കൊരച്ചു ഞാനും വാങ്ങിക്കൊരച്ചു ഇടി ഒരു കാര്യം നീ മനസ്സിലാക്കണം നിന്റെ അച്ഛന് പണ്ടങ്ങോ കമ്പനി വെച്ചൊരു അപകടം ഉണ്ടായെന്ന് വെച്ച് കമ്പനിയിൽ എല്ലാ ദിവസവും അപകടം ഉണ്ടാവുമോ ഇടി ഇങ്ങനെ പഠിച്ചാൽ ജീവിക്കാൻ പറ്റുമോ ഞാൻ പേടിച്ച ഇല്ല ഓ ഇവിടെ ഒരു മലയാളം ഞങ്ങളുടെ ഭാഷ കൊല്ലല്ലേ പൊന്നെ നല്ല ഒന്നാന്തരം ഭാഷ ഞങ്ങളെ अरे बहुत कठिन है तुम्हारा भाषा ഈ അമ്മയ്ക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല അച്ഛാ നമ്മുടെ ഭാഷ പഠിക്കണമെങ്കിലേ നല്ലവണ്ണം നാക്ക് പിടിക്കണം മോളെ എന്നാലേ ഇഷ്ടം പുഷ്പം വിദ്യുത് ശക്തി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ ലച്ചു ഇഷ്ടം ആ എന്റെ മക്കള് പറയണ കേട്ട് പഠിക്കണേ പുഷ്പം പുഷ്പം എന്ന് വെച്ചാ എന്താ അച്ഛാ എന്റെ പൊന്നുമോളെ അച്ഛന്റെ മാനം കെടുത്തല്ലേ പുഷ്പമല്ല പുഷ്പം ഫൂൽ പൂവ് അച്ഛന്റെ നാട്ടിൽ ധാരാളം പൂവുണ്ട് അച്ഛാ ഉണ്ടോന്ന് ഇതുപോലെ വരണ്ട നാടൊന്നുമല്ല നമ്മുടെ പൂക്കളും ചെടികളും പുഴകളും മരങ്ങളും അങ്ങനെ സസ്യശ്യാമൾ കോമൾ അത്താഴം കഴിക്കാൻ പോണില്ലേ മണി 9 കഴിഞ്ഞു ഓ പറഞ്ഞതുപോലെ മണി 9:15 വലുതും വന്ന് കഴിക്കേ ടി.വി. കണ്ട പിന്നെ ഊണും വേണ്ട ഉറക്കവും വേണ്ട പഠിപ്പും വേണ്ട ഇനി അതൊന്ന് നിർത്ത് എന്നിട്ട് എല്ലാവരും അവരുടെ വീട്ടിൽ പോണം ഈ പരിപാടി ഒന്ന് കഴിഞ്ഞോട്ടല്ലേ ലത നിങ്ങളൊക്കെ ഒരു കാര്യം ഓർക്കണം ഇത് കുടുംബമായിട്ട് കഴിയണ വീടാ അല്ലാതെ സിനിമാ തിയേറ്റർ അല്ല ഈ ടി.വി. വാങ്ങിയത് വലിയ കോടാലി അതിന്റെ റബ്ബേ ഇനി നമ്മൾ കണ്ടിട്ട് അവരെ ടി.വി. തേഞ്ഞു പോകണം പാവങ്ങൾ കണ്ടോട്ടടി കണ്ടോട്ടെ അതിന് പിന്നെ ഒരു നേരം കാലമൊക്കെ ആ എല്ലാരും പോണം എനിക്കൊന്ന് കിടക്കണം എന്റെ രവീന്ദ്ര ഇനി മതി ആ കൊച്ചൊക്കെ ഉറക്കം വരണുണ്ട് ഏയ് അവർക്ക് ഉറക്കൊന്നും വരില്ല എന്നെക്കാളും നാടും നാട്ടുകാരൻ കാണാൻ ഇവർക്കാ കൂടുതൽ ഇഷ്ടം ഓ നാടിനോടൊക്കെ ഇഷ്ടം കൂട്ടിട്ട് കൊല്ലം നാട്ടിൽ പോണുണ്ടല്ലോ നാടിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഞാൻ എന്റെ മക്കളെ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് നിങ്ങളുടെ മക്കൾക്ക് മലയാളം എഴുതാനും വായിക്കാൻ അറിയോ എന്റെ മക്കൾ 56 അക്ഷരം എഴുതുകയും വായിക്കുകയും ചെയ്യും പിന്നെ എല്ലാം ഒന്ന് ഒത്തു വരണ്ടേ ആ ഒത്തു വരുമ്പോഴേക്ക് മണ്ണൂർക്ക് പോകാറാവും ഇതിനും മാത്രം എന്തോ കുത്തിക്കൊല നടത്തിയിട്ടാണ് നീ ആ നാട്ടിൽ നിന്ന് പോകുന്നത് ഇങ്ങളെ പോലാണോ എല്ലാരും ഇങ്ങക്ക് കൊല്ലം നാട്ടിൽ പോയില്ലെങ്കിൽ ഇരിക്കപ്പുറത്തില്ലല്ലോ ആ എനിക്കെല്ലാ കൊല്ലവും നീരച്ചലാറ്റിലെ വെള്ളവും ആ നല്ല കാറ്റും ഒക്കെ കിട്ടിയില്ലെങ്കിൽ വലിയ പ്രയാസമാണ് പ്രയാസമൊക്കെ എനിക്കുണ്ട് പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം മക്കളെ നിനക്ക് അച്ഛനെ അമ്മയും കൂടപ്പുറപ്പുകളെ ഒന്നും കാണണമെന്നില്ലേ ബന്ധവും സ്വന്തം എന്നൊക്കെ പറയുന്നത് ഈ പച്ചിരിമ്പ് പോലാ മിതുക്ക എന്നും നമ്മൾ എണ്ണയും ഗ്രീസും ഒക്കെ ഇട്ട് കൊടുത്താൽ നിൽക്കും അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ച് ആകെ പോകും
ഒന്നും രണ്ടും അല്ല, 18 കൊല്ല. അറിയോ? क्या सोच रहे हो? പറ്റിയ ഇക്കൊല്ലം നമുക്ക് നാട്ടിലൊന്ന് പോകണം. അച്ഛനെയും അമ്മയെ കാണാൻ പോകാം. ये सुनते सुनते 10 साल हो गए. അതല്ല, ഇത്തവണ പറ്റിയ ഒന്ന് പോയി വരണം. മക്കൾക്ക് നാട്ടിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് പോവാച്ചാ. ആ അത് ശരി. ഞാനും വരും. രണ്ടും ഉറങ്ങിയിട്ടില്ല. രണ്ടിനെയും നമ്പാൻ കൊള്ളില്ല. കക്ഷികൾ രണ്ടും ഉറങ്ങിയ പോലെ കിടന്നിട്ട്. എന്താ അച്ഛാ? कुछ नहीं. അച്ഛാ, എനിക്ക് സ്കൂളിൽ ലീവ് ലെറ്റർ കൊടുക്കണം. ഓ, നീ എമ്മയ്ക്ക് പഠിക്കാണല്ലോ. നാട്ടിൽ നമ്മൾ എവിടെ വെച്ചാ താമസിക്ക? ഇവക്ക് എന്തറിയാം? അച്ഛനവിടെ വീടുണ്ട്, വലിയ വീട് അല്ലേ അച്ഛാ? ഹമീദിക്കയുടെ വീട് പോലെ ആണച്ചാ? അച്ഛന്റെ വീട്ടിലെ തൊഴുത്തുണ്ടല്ലോ, തൊഴുത്ത് എന്ന് വെച്ചാ പശുക്കളെ കിട്ടുന്ന സ്ഥലം, ഗോശാല. അത് അമീദ്ക്കാടെ വീടിന്റെ 3 ഇരട്ടിയുണ്ട്. അച്ഛന്റെ കമ്പനി മാനേജറിന്റെ ബംഗ്ലാവിന്റെ എത്രയുണ്ട് അല്ലേ അച്ഛാ? അതൊക്കെ ഒരു വീടാണോ മോളൂ? നിങ്ങൾ ഈ ടി വിയിലെ കണ്ടിട്ടില്ലേ വലിയ രാജകൊട്ടാരം പോലെയുള്ള വീടുകൾ, ഹവേലി? അതൊരു രാജകൊട്ടാരം തന്നെയാ. അവിടെ രാജാവുണ്ടാച്ചാ? പിന്നെ രാജ DIG ഗോവിന്ദമേനോൻ, റാണിയുണ്ട്, യുവരാജാക്കന്മാരുണ്ട്, രാജകുമാരിമാരുണ്ട്. അപ്പോ അച്ഛനും രാജാവാണോ? അച്ഛൻ രാജാവാണ്, രാജ്യമില്ലാത്ത രാജാവ്. क्या हाल है चौधरी? होली में गाँव नहीं जा रहे क्या? जाना है साहब, कम से कम होली में तो बच्चों के साथ हो. साहब आप गाँव नहीं जा रहे? हम होली नहीं, ओणम मनाते हैं. नमस्ते साहब. ആ രവി, ആ ആ കോൾ ഫർമസിന് എന്തോ തകരാറ്. നീ ബിസിയാണോ? അല്ല, ഒരു 10 മിനിറ്റ്. ആ. ഇന്ന് എന്റെ ഹെൽപ്പർ ലീവാ. ആ. ആ വാ. मैं अभी आऊंगा, ये जरा देखिए. ठीक है. ഇന്നലെ ലൈല എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നീ അത് കാര്യമാക്കണ്ട കേട്ടോ. ഇല്ലാത്ത പറഞ്ഞതിന് കാര്യമുണ്ട്. ഇത്തവണ ഹോളിക്ക് ബോണസ് കിട്ടുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് TV വാങ്ങിക്കണമെന്നുണ്ട്. ഇത് പൈസ എന്ന് സഹായിക്കുമോ? TV കാണണമെങ്കിൽ എന്റെ വീട്ടിൽ വന്നാ പോരെ. ദേ, ഈ തവണ എങ്കിലും ഒന്ന് നാട്ടിൽ പോകാൻ നോക്കും. അതിനാണെങ്കിൽ 10,000-2,000 രൂപ ഞാൻ തരാം. ഞാനത് ആലോചിക്കുന്നുണ്ട്. എന്താ വല്ല കല്യാണക്കാരും അത് ആലോചിക്കാൻ. കുറേ പ്രശ്നങ്ങളുണ്ട് അമീദ്ക്ക. एयर कूलिंग में कुछ गड़बड़ी है. टेम्परेचर तेजी से बढ़ रहा है. कंट्रोल रूम को इन्फॉर्म करो. जी साहब. साहब, हाँ हमीद साहब कोल फर्नेस में आ गए हैं. अच्छा आपको मशीन ऑन करने के लिए बोला. ठीक है. सीता, घबराओ मत. क्या हो गया? वो कहाँ है? डरना नहीं, देवी को कुछ नहीं हुआ. कहाँ है वो? हे भगवान, पूरा भवन का लीला, हम क्या करें? ठीक है. भैया कहाँ है वो? मुझे देखना है. രോന രവി तो बिल्कुल ठीक है. कहाँ है? ഇല്ല കുട്ടി, അവനൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. രവി, आपको कुछ हुआ तो नहीं? मुझे कुछ नहीं हुआ. तो ये खून. അത് അമീദ്ക്ക പോയി. ഹമീദ് സാറിന്റെ വീട്ടിൽ അറിയിച്ചു. അവരിങ്ങോട്ട് എത്താൻ 2 ദിവസം എടുക്കും. ആ 2 ദിവസം കൊണ്ട് നമുക്ക് ബോഡി നാട്ടിലെത്തിച്ചു. അതാ നല്ലത്. ബോഡിയുടെ കൂടെ രവിയും പോവില്ലേ? नहीं, आप में से कोई जाइए. ജോയിയും പ്രസാദും പോണ്ട്. ജോയി കോട്ടയത്താ, പോളിക്ക് നാട്ടിൽ പോണെന്ന് പറഞ്ഞിരിക്കുക. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടനെ തിരിക്കാനുള്ള ഏർപ്പാടാക്കണം. അതാ നല്ലത്. എത്രയും പെട്ടെന്ന് അമീദ്ക്ക നാട്ടിലെത്തട്ടെ. നമുക്ക് പോവാച്ചാ. സീത,
बच्चे सो गया? 11 बजे तक इंतजार करते रहे। ലൈലാത്തെ മക്കളെ ആ വണ്ടി തന്നെ കയറ്റി വിട്ടു. അത്യാവശ്യ സാധനങ്ങളും പാക്ക് ചെയ്ത് കയറ്റി വിട്ടു. लैलता अब वापस आएंगी? ഉണ്ടാവില്ല. കമ്പനിയിലെ കാര്യങ്ങൾക്ക് അവിടുന്ന് ബന്ധുക്കൾ ആരെങ്കിലും വരും. കുട്ടികളുടെ ടി.സിയും ബാക്കി സാധനങ്ങളും കൊണ്ടുപോകണ്ടേ. തോർത്തെടുക്കാൻ കുളിക്കണം. നീ കഴിച്ചില്ലേ? വരാതെ ഞാൻ കഴിക്കുമോ? എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചോ. സീത, നീ ഒന്നും കഴിച്ചില്ലല്ലേ? എനിക്കില്ല വിശപ്പ്. നീ വല്ലാതെ പേടിച്ചു പോയല്ലേ? ഓ, ഓർക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടു. പിന്നെ തീയും ചൂടും. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണ ഒഴിക്കാനൊക്കെ കഴിഞ്ഞു. ഞാൻ ആലോചിക്കായിരുന്നു, ലൈലാത്തക്കും മക്കൾക്കും പോകാനിടമുണ്ട്, അന്വേഷിക്കാൻ ആളുകളുണ്ട്. നമുക്കെന്തെങ്കിലും പറ്റിയ സീത, അതിന് നമുക്കൊന്നും പറ്റിയില്ലല്ലോ. ഈശ്വരൻ നമുക്കൊന്നും വരുത്തില്ല, ഒരു മൂക്ക് പോലും വേർപ്പിക്കില്ല. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഹോളി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോകുന്നു. നോക്ക്, നമ്മുടെ ആരും ഇല്ലാത്തവരൊന്നുമല്ല, എല്ലാവരും ഉണ്ട്. ഒരുപാട് ബന്ധങ്ങളുണ്ട്. അറ്റുപോയി, എന്നാലും ഒക്കെ ഒന്ന് കൂട്ടിക്കെട്ടണം, അല്ല ശരിയാവില്ല. എന്താ വിശ്വാസം പറഞ്ഞില്ലേ? ഹോളി കഴിഞ്ഞാലേ ലീവ് കിട്ടൂ. ഹോളി കഴിയട്ടെ. ഹലോ ഹലോ, ആ അതെ, ആര്? ഛെ, നാശം. ഇയാൾക്ക് ഇതിന് ഒച്ച കേട്ടല്ലോ ഉറക്കം വരും. ഹലോ, ഓ ആർക്കാള് പോലെയാ കുമ്പ്. പിന്നെ ഈ സാധനം ഇവിടെ എടുത്ത് കളഞ്ഞാലും ശരിയാവുള്ളൂ. ഹലോ, ആ അതെ, സുജയ ചത്തിട്ടില്ല. അതെന്നല്ലേ പറയണേ, ചത്തിട്ടില്ലാന്ന്. അത് ഞാൻ എങ്ങനെ പറയാ? ഞാൻ കണിയാനൊന്നുമല്ല. ഹലോ ഹലോ, ഇവനൊക്കെ എന്ത്? ആരോടാ നീ ഫോണിൽ കൂടെ അംഗം? മസ്കറ്റീന്ന് ഗീതമായുടെ നായര്. മുത്തശ്ശി ഇന്ന് ചാകുമെന്ന്. അതെനിക്ക് എങ്ങനെ അറിയാം? ഈ സാധനത്തിന് കിടക്കി കിടന്ന ചൊറിയോ? അത് പോയി കിടക്കാൻ മുറ മുത്തശ്ശ. വായി പൊളിച്ച് എന്ത് ശേല. പുലിയോ? മോനെ ഗംഗാര, ഗംഗാര. കഴിഞ്ഞോ? എന്ത് അമ്മായി, ഇന്ന് രാവ് വെളുപ്പിക്കില്ലാന്ന് പണിക്കര് പറഞ്ഞല്ലേ സുനന്ദ പറയണേ? അതൊക്കെ ഈശ്വരൻ വിചാരിക്കുമ്പോൾ നടക്കട്ടെ. താൻ അകത്ത് പോയി നല്ല കിടക്കയിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ആവുമ്പോ വിളിക്കാം. മണി 11:20. 12 കഴിഞ്ഞ പഞ്ചമം. പഞ്ചമത്തിൽ എന്തെങ്കിലും സംഭവിച്ച 5 മരണം എന്നാ. അതെ, അതെനിക്ക് പേടി. പേടിക്കണം. ഞാനെന്തിനാ പേടിക്കണേ? ഷുഗർ കൺട്രോൾ, പിന്നെ ഇത്തിരി കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ BP അതിനെല്ലാം മരുന്ന് കഴിക്കുന്നത്. ചാവാൻ ഒരു പനി വന്നാ മതി. ഏയ്, ശ്രീധര മാമക്ക് ഇപ്പൊ എത്രയായി വയസ്സ്? ആ, എനിക്ക് വയസ്സ് എത്ര ആയിക്കോട്ടെ, ഞാൻ ചിലതൊക്കെ കണ്ടിട്ടേ പോവും എന്റെ ഗംഗാര. ഞാനും. ചെല്ല്. മുത്തശ്ശി മുത്തശ്ശി, ഞാൻ വിട്ടു. വെരി ഗുഡ്. ഹരി, താങ്ക് യു നിന്നു ചേച്ചി.
ഹോ എനിക്ക് ലൈഫ് കിട്ടി നോക്കട്ടടി. അയ്യടാ എന്നിട്ട് കെട്ടിയോ കുറഞ്ഞു കൊടുക്കാനല്ലേ അത് വേണ്ടട്ടാ. അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. അത് കറക്റ്റ്. ഗീതേ, സുരേഷ് വിളിക്കണു തന്നെ. ഇപ്പോഴോ? പിന്നെ വിളിക്കാൻ പറ. അവൻ നാളെ പുറപ്പെടണോ വേണ്ടോ എന്ന്. വരാൻ പറ ശ്രീധര മാമ. വന്നാ വെറുതെ ആവുമെന്നാ ചോദിക്കണേ. വെറുതെ ആവുന്നോ? കഴിഞ്ഞ തവണ ലക്ഷ്മിക്ക് സൂക്കട് കൂടുതലാന്ന് അറിയിച്ച് വന്നിട്ട് ചത്തില്ലല്ലോ, വരവ് വേസ്റ്റായി. ഇത്തവണ മരിച്ചിട്ട് വന്നാ പോരേന്ന്. ശ്രീധരമാമ എന്തായി പറയണേ? അവൻ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം ഞാനീ പറയണേ. എന്ത് മര്യാദകളടി നിന്റെ ഭർത്താവ് പറയണേ? ആര് പറഞ്ഞു അവനോട് ഇങ്ങോട്ട് വരാൻ? അവൻ വരണ്ട. എന്റെ അമ്മ മരിച്ചാലും വരണ്ട. ഫോൺ കട്ട് ചെയ്ത ശ്രീധര മാമ. ഇല്ല, അപ്പൊ വിളിക്കും. കളിയുടെ രസം കളഞ്ഞു. നിങ്ങൾ കളിച്ചോ രസിച്ചോ, പക്ഷേ ഒരാൾ ഇന്നോ നാളെയോ പറഞ്ഞ് കിടക്കുന്നുണ്ട്. അവളോട് ഇത്തിരി മര്യാദ കാട്ടിയ നല്ലത്. ഹരി, നമ്മളിപ്പോ എന്താ മര്യാദയോട് കാണിച്ചേ? അമ്മയ്ക്ക് സുഖമില്ല, വയസ്സായി. ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ സദാസമയവും ഇത് തന്നെ ആലോചിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എന്തായാലും സുരേഷ് ഏട്ടൻ നാളെ ഇങ്ങോട്ട് പുറപ്പെട്. എയർപോർട്ടിലേക്ക് വണ്ടി അയക്കണോ? ശരി. ദേ, എന്താ ഇത്തിരി അങ്ങോട്ട് നീ കിടന്നേ. അമ്മ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പണിക്കര് പറഞ്ഞത്? ഞാൻ ജോലിസയല്ല പറഞ്ഞത്, മെഡിക്കൽ സയൻസ്. പൾസ് റേറ്റ് കൂടി. നമ്മൾ വെറുതെ ലീവ് എടുത്തു വന്നത് നഷ്ടം. സാരില്ല, താൻ കിടന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഉള്ളതാ. ഇന്നും 2 സിസേറിയൻ ഉണ്ടായിരുന്നു. എത്ര കാശാ നഷ്ടം.